ഇത് നമ്മുടെ നേരത്തെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ചുരിദാറിൻ്റെ, അതിൻ്റെ ബാക്കി ഭാഗമാണ് സ്റ്റിച്ചിങ് വീഡിയോയുടേത്. 2 തുണി വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ വെട്ടി വെച്ച നെക്കില്ല അത് മീതെ വെച്ചിട്ട് വേണം ഇങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് തയ്യൽ തുമ്പ് വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വീതം വരച്ചെടുത്തിട്ട് വെട്ടിയെടുക്കുക. ഇതിൽ കാണുന്ന പോലെ തന്നെ വെട്ടിയെടുക്കണം. അത് മടക്കി തയ്ക്കാൻ വേണ്ടിയാണ്. രണ്ടായിട്ട് മടക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ ഇപ്പം സെയിം പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കും ഫ്രണ്ടും തയ്ക്കേണ്ടത്. തയ്ച്ച് കഴിഞ്ഞതാണ് ഇതിൽ രണ്ടും തയ്ച്ചതുണ്ടോ. എന്നിട്ട് ബാക്കിൻ്റെ നല്ല ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ബാക്ക് നെക്കും എടുത്ത് അതിൻ്റെ നടുക്ക് നോച്ചസ് ഇടണം. പിന്നെ ലൈനിങ്ങിൻ്റെ നടുക്കും. എന്നിട്ട് മൂന്നിൻ്റെയും ഒരേപോലെ നടുക്ക് നോച്ചസ് ഇട്ടേക്കുന്നത് ഒരേപോലെ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരേപോലെ മൂന്നും ഒരേപോലെ വരണമെന്ന് പറയുന്നത്. പിന്ന് കുത്തുക. എന്നിട്ട് പിന്ന് കുത്തി സേഫാക്കി വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോവും. നമ്മൾ തയ്ക്കുമ്പോഴേക്ക് തെന്നിപ്പോവും. നെക്ക് കാണാനായിട്ട് ഏങ്കോണിച്ച് പോലേക്ക് ഇരിക്കും. അതിനാണ് പിന്ന് കുത്തുന്നത്. എന്നിട്ട് ക്യാൻവാസിൽ വെള്ളയിലേക്ക് വരാതെ മെയിൻ ഫാബ്രിക്കിൽ തന്നെ വരുന്ന രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക. ക്യാൻവാസിലേക്ക് തയ്യൽ തുമ്പ് വരരുത് കേട്ടോ. സ്റ്റിച്ചിങ് വരാൻ പാടില്ല. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം നമുക്കിത് വെട്ടിയെടുക്കാൻ. മാർക്ക് ചെയ്യുന്നത് പോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ടത് വെട്ടിയെടുക്കുക. ബാക്കും ഇതുപോലെ തന്നെ വെട്ടിയെടുക്കണം. പിന്നെ നോച്ചസൊക്കെ ഇട്ട് കൊടുക്കണം. ബാക്കിനും ഫ്രണ്ടിനും ഇതേപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇടണത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലതുപോലെ മടങ്ങി വരാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ക്യാൻവാസ് വെച്ച് നെക്ക് നമ്മൾ തിരിച്ച് മറിച്ചിടണമല്ലോ, അപ്പം നല്ലതുപോലെ വരണ്ടേ. പിന്നെ തയ്ക്കുമ്പോൾ ക്യാൻവാസിൽ വന്ന രീതിയിൽ തയ്ക്കാവൂ. നെക്കിലേക്ക് എന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക്കിലേക്ക് തയ്യൽ തുമ്പ് വരാതെ തയ്ക്കണം. അതാണ് കാണാൻ ഭംഗി. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ തയ്യൽ തുമ്പ് നമുക്ക് കാണുകയും ഇല്ല ഇങ്ങനെ തയ്ക്കുമ്പോൾ. പിന്നെ സ്ലീവും മെയിൻ ഫാബ്രിക്കും കൂടി നെക്കും മെയിൻ ഫാബ്രിക്കും കൂടി അറ്റാച്ച് ചെയ്ത തയ്യൽ തുമ്പില്ലേ, അത് തയ്യൽ തുമ്പ് എപ്പോഴും ബാക്കും ഫ്രണ്ടുമാണത്. എന്നിട്ട് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി തയ്ച്ചെടുക്കണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ അടി മടക്കിയെടുക്കുക. ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇത്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം. മെയിൻ ഫാബ്രിക്ക് രണ്ടിൻ്റെയും വെച്ചാൽ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശം ഒരേപോലെ വെച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്. ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഞാൻ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യണതെന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതൊന്ന് നോക്കുക. ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാവില്ല നിങ്ങൾക്ക്. അതിൽ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ച് കാണണം. ഒരേപോലെ വെക്കണം. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് തയ്ക്കുകയാണ് വേണ്ടത്. ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കണം കേട്ടോ ഇപ്പം തയ്ക്കുമ്പോഴേക്ക്. അല്ലെങ്കിൽ വേഗം പൊട്ടി വിട്ടു പോരാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാത്തിലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴോ ഒക്കെ ആണെങ്കിലും. പിന്നെ ഇതേപോലത്തെ ഇത് ടേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഹെമ്മിങ് ഒഴിവാക്കാം ഇതേപോലത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ. ഇത് നമ്മൾ ക്യാൻവാസിന് ഉപയോഗിക്കുന്ന സെയിം അത് തന്നെയാണ്. ഇത് ചെറിയൊരു 1/2 ഇഞ്ച് വീതിയിലുള്ള ഒരു ടേപ്പാണ്. അത് നമ്മൾ ഇതേപോലെ വീഡിയോയിൽ കണ്ട പോലെ നെക്കിൻ്റെ ഉള്ളിലേക്ക് ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് തയ്ച്ചാൽ മതി. പിന്നെ സ്ലീവിൻ്റെ അറ്റം മടക്കി തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ നടുക്ക് ജോയിൻ ചെയ്തിട്ട് നോച്ചസ് ഇടുക. എന്നിട്ട് ഷോൾഡറിൻ്റെ നടുക്കും നമ്മൾ സ്ലീവിൻ്റെ നോച്ചസ് ഇട്ടതിൽ നടുക്ക് അതും കൂടി ഒപ്പം വന്ന രീതിയിൽ തയ്ച്ചെടുക്കണം. സ്ലീവ് ജോയിൻ ചെയ്യുന്നതാണത്. സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തയ്ക്കാവുള്ളൂ സ്ലീവ് എപ്പോഴും കേട്ടോ. എന്നിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്തായിരുന്നല്ലോ സ്റ്റിച്ചിങ് വീഡിയോയിൽ,
അതേ സ്റ്റിച്ചിങ്ങിലെ കട്ടിങ് വീഡിയോയില്ലേ ആ സെയിം മാർക്ക് ചെയ്ത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യണം, ഹിപ്പ് മാർക്ക് ചെയ്യണം, സ്ലിറ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെയും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പൊക്കെ ഇട്ട് തയ്ക്കണം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ സ്ലിറ്റ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഡെമോ കാണിക്കണേന്. എന്നിട്ട് സ്ലീവിൻ്റെ ചുരിദാറിൻ്റെ അറ്റം തൊട്ടേ തയ്ക്കണത്. സ്ലീവ് അല്ല, സ്ലിറ്റ് അറ്റം തൊട്ടാണ് തയ്ക്കേണ്ടത്. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെ തയ്ച്ച് കുത്തി നിർത്തുക. എന്നുവെച്ചാൽ നമ്മൾ 2 സ്ലിറ്റ് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അവിടെ കുത്തി നിർത്തിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് ഇപ്പുറത്തെ വശം ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഇങ്ങനെ നല്ലതുപോലെ വരും. തിരിച്ചിടുമ്പോൾ കാണാനായിട്ട് നല്ലതായിരിക്കുള്ളൂ. എന്നിട്ട് ചുരിദാറിൻ്റെ അടിഭാഗവും തയ്ച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ വരെയും കാണാം.